ഹലോ എവരിവൺ, നമ്മുടെ ALPയുടെ മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ അടുത്തൊരു സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-12 ക്വസ്റ്റ്യൻസ് നമുക്ക് ALPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയും അതുപോലെ തന്നെ അതിനകത്തുള്ള ചാപ്റ്ററിലെ പെർസെൻറ്റേജ് അതുപോലെയുള്ള അരിത്തമെറ്റിക് സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എടുത്തിട്ടേക്കുന്നത്. ട്രിഗ്നോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2/3 of a milk water mixture was milk. There was 21 liters of the mixture. If 4 liters of water is added to it, the percentage of milk in the new mixture will be. ഇതാണ് നമ്മുടെ ചോദ്യം. Question clear ആണല്ലോ. 2/3 of the milk water mixture was milk. Milk water mixture നടന്നത് 2/3 മൂന്നിൽ 2 മിൽക്ക് ആണ്. മൂന്നിൽ 2 മിൽക്ക് ആണെങ്കിൽ ബാക്കി മൂന്നിൽ 1 വാട്ടർ ആണ്. അപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ അതിലെ 2 മിൽക്കും 1 വാട്ടറും ആണ്. There was 21 liters of the mixture. അപ്പൊ മിക്സറിന്റെ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. 2 1 3 ആണ് റേഷ്യോയിലെങ്കിൽ ശരിക്കും അത് 21 ആണ്. ശരിക്കും അത് എത്രയാണ്? 21 ആണ്. അതായത് 7 ടൈംസ് ആണ്. സോ ഇവിടെയും 7 ടൈംസ് എടുക്കാം 14, ഇവിടെയും 7 ടൈംസ് എടുക്കാം 7. അപ്പം 21 ലിറ്റർ മിൽക്ക് വാട്ടർ മിക്സറിനകത്ത് 14 ലിറ്റർ മിൽക്ക് ആണ്, 7 ലിറ്റർ വാട്ടർ ആണ്. അതിന് കൂടെ 4 ലിറ്റർ വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 4 liters of water is added to it എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാട്ടറിന്റെ കൂടെ 7 ലിറ്റർ വാട്ടറിന്റെ കൂടെ ഇപ്പൊ 4 ലിറ്റർ വാട്ടറും കൂടെ ആയപ്പോ വേറൊന്നിനും ചേഞ്ച് ഇല്ല. വാട്ടർ എത്രയായി? 11 ആയി. മിൽക്ക് എത്രയായി? 14 തന്നെയാണ്, നോ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 18 വരും അല്ലെ. ടോട്ടൽ എത്ര വരും? 18 വരും. ഓക്കെ അല്ലേ? 4 അല്ലല്ലോ, 11. സോറി. അപ്പൊ മിൽക്ക് 14 തന്നെയാണ്. വാട്ടർ എത്രയായി? 7 4 11 ആയി. ടോട്ടൽ അപ്പൊ എത്ര വരും? 15 വരും. സോറി, 25 വരും. ക്ലിയർ ആണോ? അപ്പൊ 21 ലിറ്റർ ടോട്ടൽ മിൽക്ക് വാട്ടർ മിക്സിനകത്ത് 7 ലിറ്റർ വാട്ടർ ആയിരുന്നു, 14 ലിറ്റർ മിൽക്ക് ആയിരുന്നു, 4 ലിറ്റർ വാട്ടർ കൂടെ ചേർന്ന വാട്ടർ 11 ആയി. ടോട്ടൽ അപ്പൊ 25 ആയി. ചോദിച്ചിരിക്കുന്ന പെർസെന്റേജ് ഓഫ് മിൽക്ക് ഇൻ ദ ന്യൂ മിക്സർ ആണ്. പുതിയ മിക്സറിൽ, അതായത് 25 ലിറ്ററിനകത്ത് 14 ലിറ്റർ ആണ് മിൽക്ക്. അത് എത്ര പെർസെന്റേജ് ആണെന്ന് ഇൻറ്റു 100 എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. 25 14 ഇൻറ്റു 100. 25 14 ഇൻറ്റു 100 അതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? എത്ര കിട്ടും അപ്പൊ ആൻസർ? ഇരുപത്തഞ്ച് 25 4s are 100, 14 into 4 that is 56. 56 അല്ലെ. 56 പെർസെന്റേജ് ആണ് മിൽക്കിന്റെ ന്യൂ മിക്സർ. ന്യൂ മിക്സറിനകത്തുള്ള. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the numbers given below is not a rational number? Which of the numbers given below is not rational number? Not rational number എന്ന് പറഞ്ഞാൽ എന്താ? Irrational number. എന്താ rational number എന്ന് പറഞ്ഞാൽ? Rational number എന്ന് പറഞ്ഞാൽ നമുക്ക് A/B ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോട്ട് റാഷണൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? A/B ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ √2, √3, √5 ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തത് ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുമ്പോൾ 4 അല്ലേ. 4 into 4 16, 16 into 4 ആണ് 64. പിന്നെ വന്നേക്കുന്നത് ഒരു √8 ആണ്. അതിനെ വാല്യൂ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് അടുത്ത വന്നേക്കുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 2 into 2 ആണ് 8 അല്ലെ. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ റൂട്ട് ഓഫ് 64 8 into 8 ആണ് 64. സോ 8 ആണ്. അപ്പൊ അതിൽ √8നെ മാത്രം നമുക്ക് എന്ത് ചെയ്യില്ല? കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ √8 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ല. അതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ ആൻസർ √8.
ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A sum of money was invested at the rate of 7.5% simple interest per annum for 4 years. If the investment was for 5 years, the interest rate would have been 375 more. What was the initial sum invested? 4,500, 5,000, 4,750, 3,750. ഒരു certain sum of money 7.5% ഇൻവെസ്റ്റ് ചെയ്തത് 4 വർഷത്തേക്ക് അല്ലെ, 4 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ 5 വർഷത്തേക്കായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 5 വർഷത്തേക്കായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപയും കൂടെ അധികം കിട്ടിയേനെ? 375 രൂപയും കൂടെ അധികം കിട്ടിയേനെ. ക്ലിയർ ആണോ? 375 രൂപയും കൂടെ അധികം കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? എടാ സിംപ്ലി ആലോചിച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ഓരോ വർഷവും 7.5 രൂപ വെച്ച് കിട്ടും അല്ലെ. പലിശ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ് പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ് പലിശ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷം 7.5, രണ്ടാമത്തെ വർഷം 7.5, അങ്ങനെ 4 വർഷം കിട്ടി. അടുത്ത 5-ാമത്തെ വർഷം വീണ്ടും ഒരു 7.5. 100 രൂപയ്ക്കാണെങ്കിൽ ഒരു 7.5 അധികം കിട്ടും അല്ലെ. അപ്പൊ 4 വർഷം കിട്ടിയതിനേക്കാൾ ഒരു 7.5 കൂടെ ചേരുമ്പോഴാണ് 5 വർഷത്തെ ഇൻട്രസ്റ്റ് ആവുന്നത്. 100 വെച്ചാണെങ്കിൽ ശരിയല്ലേ? പക്ഷെ 7.5 ആണോ ശരിക്കും എക്സ്ട്രാ കിട്ടിയത്? 375 ആണ് എക്സ്ട്രാ കിട്ടിയത്. സോ 7.5 അല്ല 375 ആണ് അതിന്റെ ഒറിജിനൽ. അപ്പൊ 100 അല്ല, 100ന്റെ ഒറിജിനൽ എത്രയാണ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? 7.5ന്റെ ഒറിജിനൽ 375 ആണ്. സോ 100ന്റെ ഒറിജിനൽ കണ്ടുപിടിക്കണം. സോ 7.5 ഇൻറ്റു എത്രയാണ് 375? 7.5 ഇൻറ്റു 50 ആണ് അല്ലെ. 7.5 ഇൻറ്റു 50 ആണ് 375. സോ 100 ഇൻറ്റു 50 ആണ് ആൻസർ 5000. 7.5 ഇൻറ്റു 50 ആണ് 375. സോ 100 ഇൻറ്റു 50 5000 ആണ് ആൻസർ. So answer option B 5000. Clear ആണോ? ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. 7.5% പലിശ എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 7.5. അപ്പൊ ഒരു വർഷം അധികം എന്ന് പറഞ്ഞാൽ ഒരു 7.5 അധികം. 7.5 അല്ല അധികം വന്നത് 375 ആണ്. സോ 7.5 ഇൻറ്റു 50 ആണ് 375. സോ 100 ഇൻറ്റു 50 ചെയ്യാം 5000. അടുത്ത ക്വസ്റ്റ്യൻ. The surface areas of 3 faces of a cuboid sharing a vertex are 20 meters square, 32 meters square, and 40 meters square. What is the volume of the cuboid? Options: 184 meter cube, 92 meter cube, 160 meter cube, 3024 meter. നല്ലൊരു ചോദ്യമായിരുന്നു എൽപിക്ക് ചോദിച്ചത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും? The surface areas of 3 faces of a cuboid sharing vertex are, അതായത് ശരിക്കും പറഞ്ഞാൽ 3 സൈഡ്സ് ഉണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അല്ലെങ്കിൽ LBH അല്ലെ. LBH. ഇപ്പൊ LB ആണ് 20 എങ്കില് BH ആണ് 32, LH ആണ് 40. ചോദ്യം LBH എന്താണെന്നാണ്. വോളിയം ഓഫ് ദ ക്യൂബോയിഡ് എന്താണെന്നാണ്. സോ ഇക്വേഷൻ ഒക്കെ ആക്കി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നല്ല രീതിയിൽ ടൈം പോവും.
ഒരു സ്പ്ലിറ്റ് ചെയ്തുള്ള മെത്തേഡ്, അത് 20 എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം, 40 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 32നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ എൽ ബി എൽ എച്ച് ബി എച്ച് എന്നിട്ട് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ എളുപ്പം നമുക്ക് ജസ്റ്റ് നമ്പേഴ്സിന് രണ്ട് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 20യും 40 നോക്കാം. 20യെ ഞാൻ 4 into 5 എന്ന് എഴുതുവാണേ. 20യെ ഞാൻ 4 into 5 എന്ന് എഴുതാം. 40 എനിക്ക് 5 into 8 എന്നും എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ളതാരാ 4 into 8. ആ 4 into 8 ഇങ്ങോട്ട് കൊടുത്ത് 32 ആവുന്നുണ്ട് അല്ലെ, 4 8. അതായത് ലെങ്ത് 4 ആണെങ്കിൽ ഇത് എൽ ബി ആണെങ്കിൽ ഇത് എൽ എച്ച് ആണ്, ഇത് ബിയും ഇത് എച്ചും ആണെങ്കിൽ ഇത് ബി എച്ച് ആണ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ എൽ എച്ച് ഉണ്ട്, ബി എച്ച് ഉണ്ട്, എൽ ബി ഉണ്ട്. എൽ ബി എച്ച് എന്ത് വരും? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 4 into 5 into 8 ആണ്. ആൻസർ 160. അപ്പൊ ജസ്റ്റ് ഒന്നും ആലോചിക്കാനില്ല, വളരെ സിമ്പിൾ ആണ്. 20യെ 4 into 5 എന്ന് എഴുതാം. ഒരു 5ഉം 4ഉം ഉണ്ടായിട്ട് ഞാൻ 5 into 8 എന്ന് എഴുതി. ഇവിടെ 5 ആയി, 4 ആയി, 8 ആയി. അപ്പൊ 4 into 8 32 കിട്ടുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഞാൻ 32 എഴുതിയത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്? സോ 4 into 5 into 8. meter. Option. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a reducible fraction? എന്താ reducible fraction എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എ ബൈ ബി ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ എ ബി കോമൺ ആയിട്ട് എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ 50/100, ഇതൊരു റെഡ്യൂസിബിൾ ഫ്രാക്ഷൻ ആണ് അല്ലെ. 50/100 പോലുള്ള നമ്പേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് നോക്കാം, 2 കൊണ്ട് കട്ട് ചെയ്യാം 25, 100നെ 2 കൊണ്ട് കട്ട് ചെയ്യാം 15, പിന്നെ 25 കൊണ്ട് കട്ട് ചെയ്ത 1 2, അങ്ങനെ 1/2, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ, അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെഡ്യൂസിബിൾ ഫ്രാക്ഷൻ. അപ്പൊ ഒരെണ്ണം റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബാക്കി ഒന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം 91/15. അവിടെ തൊട്ട് നോക്കാം, പെട്ടെന്ന് നോക്കും ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഒക്കെ പറയാം. ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ആ 17ന്റെ വല്ല മൾട്ടിപ്പിൾ ആണോ 41? 17ന്റെ മൾട്ടിപ്പിൾ അല്ല, 41 17ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. മനസ്സിലായോ? ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. അതുപോലെ 71, 77, 71, 73, 79 ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ വീണ്ടും ഈ 79 പ്രൈം നമ്പർ വന്നേക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതും ക്യാൻസൽ ചെയ്യുക. അപ്പൊ പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ തന്നെ കൂടെ വരണം. എന്നാല് ഇപ്പൊ 5 ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ 5ന്റെ മൾട്ടിപ്പിൾ 15ഓ 20ഓ 25 ഒക്കെ വന്നാൽ മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ 15 ആണ്, 3 into 5. ഈ 91നെ 5 കൊണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും ക്യാൻസൽ ചെയ്തു. അപ്പൊ 105ഉം 112ഉം മാത്രമേ ഉള്ളൂ ബാലൻസ്. 105 എന്ന് പറഞ്ഞാൽ 15 into 7 ആണ്. 112 എന്ന് പറഞ്ഞാൽ 16 into 7 ആണ്. മനസ്സിലായോ? 15ന്റെ 16ന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും. 15 into 7 ആണ്. അപ്പൊ നമുക്ക് അതിനെ 15/16 എന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ എ, 105 divided by 112. അടുത്ത ക്വസ്റ്റ്യൻ ഓൾജിബ്ര എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് നോക്കി. If a plus b plus c is equal to 0, then a cube plus b cube plus c cube the whole square. ഇതാണ് ചോദ്യം. If a plus b plus c is equal to 0, a plus
ബി പ്ലസ് സിയുടെ വാല്യൂ 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിന്റെ സ്ക്വയർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് minus 3abc is equal to a plus b plus c into a square plus b square plus c square minus ab minus bc minus 6. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് a plus b plus c 0 ആണെങ്കിൽ a plus c plus c 0 ആണെങ്കിൽ a plus b plus c 0 ആണെങ്കിൽ a cube plus b cube plus c cube minus 3abc യുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഈ ടേം 0 ആകുമ്പോൾ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 ആണ്. അപ്പൊ a cube plus b cube plus c ക്യൂബിന്റെ വാല്യൂ a cube plus b cube plus c ക്യൂബിന്റെ വാല്യൂ എന്ത് വരും? a cube plus b cube plus c cube is equal to 3abc എന്ന് വരും. ശരിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട a cube plus b cube plus c ക്യൂബിന്റെ സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. a cube plus b cube plus c ക്യൂബിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3abc യുടെ സ്ക്വയർ 9a square b square c square. So answer option D ആണ് 9a square b square c square. Clear ആണോ? സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്ക് ഓഫ്ലൈൻ ബാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓഫ്ലൈൻ കോഴ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് ട്രിവാൻഡ്രത്തോ കൊട്ടാരക്കരയോ കാലിക്കറ്റോ കൊല്ലത്തോ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ കൊട്ടാരക്കര ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള നമ്പർ ഇതാണ്. കോഴിക്കോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൊല്ലം കടപ്പാക്കടയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ 4 ഓഫ്ലൈൻ ബ്രാഞ്ചസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ SSC RRB ബാങ്ക് എക്സാമുകളുടെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഓൺലൈൻ കോഴ്സിനാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ SSCയുടെ റെയിൽവേയുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ALPക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗ്നോമെട്രി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് നോക്കാം. If cot raised to 4 theta plus cot square theta is equal to 3, then cosec raised to 4 theta minus cosec square theta is equal to option 1 1 ആണ്, ഓപ്ഷൻ 2 0 ആണ്, ഓപ്ഷൻ 3 2 ആണ്, ഓപ്ഷൻ 4 3 ആണ്. Cot raised to 4 theta plus cot square theta is equal to 3, then cosec raised to 4 theta minus cosec square theta എന്താണെന്നാ ചോദ്യം. ഈ കോട്ടും കൊസീക്കും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? എന്തെങ്കിലും ഇക്വേഷൻ അറിയാവോ? അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ, അതായത് കണക്ട് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. അതിന്റെ ഒരു സിമിലർ ഇക്വേഷൻ പറയാം. സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 അല്ലേ? അതുപോലെ തന്നെ cosec square theta minus cot square theta is equal to 1 എന്നാണ് ഇക്വേഷൻ. That is cosec square theta is equal to 1 plus cot square theta ആണ്. cosec square theta is equal to 1 plus cot square theta. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. cosec square theta minus cot square theta is equal to 1 അല്ലെങ്കിൽ cosec square theta is equal to 1 plus cot square theta. ആദ്യം തന്നേക്കുന്നത് എന്താ? cot raised to 4 theta plus cot square theta is equal to 3. അതിൽ നിന്നൊരു cot square theta പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? cot raised to 4 theta യിൽ നിന്ന് cot square theta പുറത്തെടുത്താൽ cot square theta plus ഇതിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 അല്ലേ? cot square theta into cot square theta plus 1 is equal to 3. Cot square theta into cot square theta plus 1 is equal to 3. ഈ cot square theta plus 1 ന് പകരം cosec square theta substitute ചെയ്താൽ cot square theta into cosec square theta is equal to 3 എന്ന് കിട്ടി. ഇതവിടെ കിടക്കട്ടെ. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്?
നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് cosec raised to 4 theta minus cosec square theta. അത് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? cosec square theta. cosec raised to 4 theta minus cosec square theta എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ ഒരു cosec square theta ആണ് പുറത്തെടുക്കാം. ഒരു cosec square theta പുറത്തെടുത്താൽ ബാക്കി ഒരു cosec square theta minus 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി cosec square theta minus 1 എന്ത് വരും? cosec square theta minus 1 is equal to cot square theta അല്ലേ? cosec square theta into cosec square theta into cosec square theta minus 1 ന് പകരം cot square theta കൊടുക്കും. പക്ഷെ അതല്ലേ നമുക്ക് ഇവിടെ കിടക്കുന്നത്? cosec square theta into cot square theta എന്താണ്? 3 അല്ലേ? അപ്പൊ ഇതും 3 ആണ്. So answer option 4 3. അപ്പൊ നമുക്ക് ഇവിടെ cot raised to 4 theta plus cot square theta 3 തന്നു കഴിഞ്ഞാൽ cosec raised to 4 theta minus cosec square theta is equal to എന്ത് കിട്ടി? 3 തന്നെ കിട്ടി അല്ലേ? 3 തന്നെ കിട്ടും. ക്ലിയർ ആണോ? So apply the equation cosec square theta minus cot square theta is equal to 1. രണ്ടിലും cosecും cot ആയിട്ട് മാറ്റി. ഒരു cot മാറ്റി cosec ആയപ്പോൾ ഇപ്പുറത്ത് ഒരു cosec മാറി cot ആയി. അപ്പോഴത്തേക്ക് രണ്ടും കണക്റ്റഡ് ആയി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. -1/3 -1/4 or in the bracket another -45 -96 divided by -32 എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഡിവിഷൻ അങ്ങ് ചെയ്യാം അല്ലെ? ആ ഡിവിഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ആ ഒരു ഡിവിഷന്റെ പോർഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് -1/4 ഇതിൽ കേർലി ബ്രാക്കറ്റ് ഉണ്ട് -45 നോക്കിയേ ബ്രാക്കറ്റിനകത്താണ് -96. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഈ മൈനസും കൂടെ ചേർന്ന +96 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത -32 എന്ന് കിട്ടും. എന്നിട്ട് വീണ്ടും കേർലി ബ്രാക്കറ്റ്. സോ -1/4 again curly bracket സ്റ്റാർട്ട് ചെയ്തു -45 plus 96 divided by -32. 32 into 3 ആണ് 96. ഒരു മൈനസ് ഉണ്ടായിട്ട് ഇവിടെയും മൈനസ് വരും. സോ -3 എന്ന് വരും. സോ -1/4 ബ്രാക്കറ്റിനകത്ത് -45 -3 കൂടെ ആഡ് ചെയ്താൽ -48. രണ്ടിലും മൈനസ് ഉണ്ടായിട്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് 40/4 എന്ന് വരും. ആൻസർ +12. സോ ആൻസർ ഓപ്ഷൻ ഡി 12 ആണ് ആൻസർ കേട്ടോ. സിംപ്ലിഫിക്കേഷന്റെ ആ ഒരു ചാപ്റ്ററിൽ 1-2 ക്വസ്റ്റ്യൻസോ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. ഈ ഒരു ഷിഫ്റ്റിൽ തന്നെ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സിംപ്ലിഫിക്കേഷൻ. ജസ്റ്റ് പ്ലസ് മൈനസ് ഡിവിഷൻ ഒക്കെ വരുന്ന 3 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. സിംപ്ലിഫിക്കേഷൻ ഇപ്പൊ SSC ആണെങ്കിലും റെയിൽവേക്ക് ആണെങ്കിലും സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സിംപ്ലിഫിക്കേഷൻ നമ്പർ സിസ്റ്റം ഒക്കെ മാർക്ക് മീറ്റേജ് കൂടുതലുള്ള ഏരിയ ആണ്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ⅓ of my current age is same as 5/6 of that of one of my cousins. Okay, 3/5 of my current age is same as 5/6 of that of one of my cousins. My age 10 years ago will be his age 4 years hence. My current age is. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 50,
Option C 55. Option D 55. Option D 40. Okay, എങ്ങനെ ചെയ്യാൻ പറ്റും? ത്രീ ഫിഫ്ത്ത് ഓഫ് മൈ കറണ്ട് ഏജ്. അപ്പൊ എന്റെ കറണ്ട് ഏജ് ഞാൻ എക്സ് എന്ന് കൊടുക്കുവാണ്, എന്റെ കസിന്റെ കറണ്ട് ഏജ് ഞാൻ വൈ എന്നും കൊടുക്കുവാണ്. അപ്പൊ ത്രീ ഫിഫ്ത്ത് ഓഫ് മൈ കറണ്ട് ഏജ്, ത്രീ ഫിഫ്ത്ത് ഓഫ് എക്സ് ഈ സെയിം ആസ് എന്താണ് ഫൈവ് സിക്സ്ത് ഓഫ് മൈ കസിൻ. എന്റെ ഏജിന്റെ 3/5ഉം കസിന്റെ ഏജിന്റെ 5/6ഉം ഈക്വൽ ആണ്. സോ എക്സ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഈ 5ഉം ഈ 3 പുറത്തോട്ട് വരുമ്പോൾ 25/18 എന്ന് വരും. അപ്പം എന്റെയും ആ കസിന്റെയും കറണ്ട് ഏജ് തമ്മിലുള്ള റേഷ്യോ കിട്ടി 25:18. 25:18. ഇനി തന്നേക്കുന്നത് ഡിഫറൻസ് കാരണമൊക്കെയാണ്. കാരണം മൈ ഏജ് 10 years ago, 4 years hence എന്നൊക്കെ പറയുമ്പോൾ 10 സബ്ട്രാക്ട് ചെയ്യണം, 5 ആഡ് ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോ എഴുതിയേക്കുവാണ് എന്റെ കറണ്ട് ഏജ് 25A എന്ന് കൊടുക്കുക. അങ്ങനെയാണ് കസിൻ്റെത് 18B ആണ്. അപ്പൊ എന്റെ ഏജിന്റെ 10 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറയുമ്പോൾ 25A മൈനസ് 10 ആണ്. അതുപോലെ കസിന്റെ ഏജിന്റെ 18Bയുടെ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏജും എന്റെ വയസ്സിന്റെ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സും കസിന്റെ വയസ്സിന്റെ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ അത് സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ എ തന്നെ കൊടുക്കാമല്ലോ, റേഷ്യോ അല്ലേ, ഇവിടെ എ തന്നെ കൊടുക്കാം. അതായത് എന്റെയും കസിന്റെയും ഏജിന്റെ റേഷ്യോ 25:18 ആണ്. അതിനെ 25A 18A എന്ന് എടുത്തു. അപ്പൊ ഈ 25ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? 7A is equal to 14 എന്ന് വരും. A is equal to 2 എന്ന് വരും. അപ്പൊ എന്റെ വയസ്സ് എത്രയാണെന്നാ ചോദ്യം. എന്റെ വയസ്സ് 25A അല്ലേ. 25 into 2 ആണ് ആൻസർ. So answer option B. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. $750 invested for 3 months gave an interest of ₹18. What was the simple rate of interest per annum? 750 invest ചെയ്തത് for 3 months gave an interest of ₹18. 3 മാസത്തേക്ക് 750 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 18 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. വാട്ട് വാസ് ദ സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം 9.6% ആണോ, 2.4% ആണോ, 12% ആണോ, 7.2% ആണോ എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ 3 മാസത്തേക്ക് 18 രൂപ പലിശ കിട്ടി അല്ലെ. 3 മാസത്തേക്ക് 18 രൂപ പലിശ കിട്ടി. 3 മാസത്തേക്ക് എനിക്ക് 18 രൂപ പലിശ കിട്ടി. 12 മാസത്തേക്ക് അപ്പൊ എത്ര രൂപ കിട്ടും? ഒരു വർഷത്തെ പലിശയാണല്ലോ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ 12 മാസം ആകുമ്പോഴത്തേക്കും 18 into 4 72 രൂപ പലിശ കിട്ടും അല്ലെ. 12 മാസത്തേക്ക് 72 രൂപ പലിശ കിട്ടും. ചോദിച്ചിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 100 രൂപയ്ക്ക് 12 മാസത്തേക്ക് കിട്ടുന്ന പലിശയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇതപ്പോ എത്ര രൂപയ്ക്കാ? 750 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്ന പലിശയാണ് 72 രൂപ. അങ്ങനെയാണ് 100 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്ന പലിശയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 100 into 72 divided by 750. 0 ക്യാൻസൽ ചെയ്തു. 5 കൊണ്ട് കട്ട് ചെയ്താൽ 2. ഇവിടെ 15. So
144/15 എന്ന് വരും. ഇനിയും ചെറുതാക്കാലോ. ഇനിയും ചെറുതാക്കി കഴിഞ്ഞാൽ 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 5 വരും. ഇവിടെ 2 into 3 6 12 വരും. 4 into 3 12. That is 48/5 എന്ന് കിട്ടും. 48 എന്ന് പറയുമ്പോൾ 9.6% അല്ലെ. 9.6%. ഓപ്ഷൻ 1 9.6% കിട്ടും. ഓക്കെ ആണ്. കിട്ടിയായിരുന്നോ എല്ലാവർക്കും? അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ 3 മാസത്തേക്കുള്ള പലിശ തന്നിട്ടുണ്ട്. സോ 12 മാസത്തേക്ക് 72 രൂപ, 750 രൂപയ്ക്ക് 72 രൂപയാണ്, 100 രൂപയ്ക്ക് ജസ്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക, അവിടെ കട്ട് ചെയ്ത് സമയം എടുക്കാതിരിക്കുക. അത് ഒരുപാട് പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two sides holding the right angle in a right angle triangle are 3 cm and 4 cm long. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ഹോൾഡ് ചെയ്യുന്ന ആ രണ്ട് സൈഡ്സ് 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണെന്ന് പറയുന്നുണ്ട്. Then the area of its circumcircle will be. അങ്ങനെയാണ് ഇതിന്റെ സർക്കംസർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും എന്ന ചോദ്യം. സർക്കംസർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും എന്ന ചോദ്യം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ടു സൈഡ്സ് ഹോൾഡിംഗ് ദ റൈറ്റ് ആംഗിൾ. ഈ റൈറ്റ് ആംഗിളിനെ ഹോൾഡ് ചെയ്യുന്ന രണ്ട് സൈഡ്സിൽ ഒന്ന് 3 ആണ്, ഒന്ന് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 3, 4, 5 എന്നല്ലേ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പഠിച്ചേക്കുന്നത്. 3, 4, 5 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റാ. 5, 12, 13 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. അങ്ങനെയുള്ള പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് പഠിച്ചു വെച്ചിരുന്നു. 6, 8, 10 ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. 9, 40, 41, 11, 60, 61 ഒക്കെ എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. അപ്പൊ ഇത് അറിയാവുന്നവർക്ക് 3, 4 കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 5 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ഇതിന്റെ സർക്കിളിന്റെ പ്രത്യേകത? ഹാഫ് സർക്കിൾ ഇവിടെ വരും, ഹാഫ് സർക്കിൾ ഇവിടെ വരും. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ഡയമീറ്റർ ആണ് 5 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ പ്രത്യേകത അറിയത്തില്ല. ഒരു സർക്കിളിന്റെ പകുതിയിലൂടെ പോകുന്ന ഡയമീറ്റർ ആണെങ്കിൽ അവിടെ വരുന്ന ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി വരുന്നത്. സോ ഇത് 3ഉം ഇത് 4ഉം ഇത് 5ഉം ആണെങ്കിൽ ഇത് ഡയമീറ്റർ ആയിരിക്കും. ബാക്കി 2.5 ആയിരിക്കും റേഡിയസ്. അപ്പൊ റേഡിയസ് എത്രയാണ്? 2.5. സോ സർക്കിളിന്റെ ഏരിയ πr² ആണ്. സോ π into 2.5 സ്ക്വയർ. So pi into 25 square 625, രണ്ട് decimal place. So 6.25 into pi. 6.25 pi centimeter square. Option 4 ആണ് correct answer. 6.25 centimeter square. അടുത്ത question. Which of the fraction given below added to 5/8 gives 1 എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. Which of the fraction given below added to 5/8 gives 1? 5/8ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 1 കിട്ടുന്നത്? 5/8ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 1 കിട്ടുന്നത്? 1ന് നമുക്ക് 8/8 എന്ന് എഴുതാലോ അല്ലെ. അപ്പൊ 5/8ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 8/8 കിട്ടുന്നത്? 5/8ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാ? 5/8ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാ? 3/8 ആഡ് ചെയ്താലല്ലേ 8/8 കിട്ടുന്ന? ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 8 എഴുതി, 5ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് എഴുതി. സോ 3/8 എന്നാണ് ആൻസർ. ഓപ്ഷനിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ 3/8നെ കാണുന്നില്ല അല്ലെ. പക്ഷേ 3യുടെ ഡബിൾ എടുത്തു 6, 8ന്റെ ഡബിൾ എടുത്തു 16. 6/16 ഉണ്ട്. 6/16 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3/8 തന്നെയാണ്. 6/16 എന്ന് പറഞ്ഞാൽ 3/8 തന്നെയാണ്. സോ 5/8ന്റെ കൂടെ 6/16 ആഡ് ചെയ്താലാണ് 1 കിട്ടുന്നത്, അല്ലെങ്കിൽ 3/8 ആഡ് ചെയ്താലാണ് 1 കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? അതും അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്തോ.
the value of minus 261 plus minus 380 minus 521 plus 821 minus of minus 121. $800 ആണോ, 825 ആണോ, 833 ആണോ, 822 ആണോ? സോ ബ്രാക്കറ്റുകളെല്ലാം ഒന്ന് മാറ്റി എഴുതാം. മൈനസ് 261, ഈ പ്ലസ് ഈ മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 380, ഈ മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 521 പ്ലസ് 821, ഈ മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് 121. സോ മൈനസ് നമ്പേഴ്സ് 261ഉം 380 ഉള്ളത്, അത് ആഡ് ചെയ്യുമ്പോൾ 146 മൈനസ് 641 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? മൈനസ് 641. ഇനി പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 521 ഉണ്ട്, 821 ഉണ്ട്, 121 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 63 146 അല്ലെ? 1463. ഇനി ഒരു സംഖ്യ മൈനസ് ആണ്, ഒരു സംഖ്യ പ്ലസ് ആണ്. സം ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം 1463 നിന്ന് 641 സബ്ട്രാക്ട് ചെയ്താൽ മതി. 3 ന്ന് 1 പോയാൽ 2. അപ്പൊ തന്നെ ആലോചിക്കാം 2 ന്റെ ഒറ്റ ആൻസറേ ഉള്ളൂ അല്ലെ? 822. സോ ആൻസർ 822. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 3 minus 1 2, 6 minus 4 2, 14 minus 6 8, 822. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. നമുക്കിനി വീണ്ടും അടുത്തൊരു PYQ സെക്ഷൻസ് ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.